ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ലോക ഫുട്ബോളിന് ഇതിഹാസങ്ങളേറെ സമ്മാനിച്ച മണ്ണാണ്. ഉറവാറ്റാത്ത അക്ഷയ ഖനിയാണ് ഫുട്ബോൾ താരങ്ങളുടെ കാര്യത്തിൽ ആ മണ്ണ്. സാക്ഷാൽ റൊണാൾഡീനോ, സാക്ഷാൽ പെലെ, സാക്ഷാൽ റൊണാൾഡോ, സാക്ഷാൽ നെയ്മർ ജൂനിയർ, സാക്ഷാൽ കക്ക, ഇങ്ങനെ എത്ര ഇതിഹാസങ്ങൾ. അത് മാത്രം ആ കൂട്ടത്തിലേക്ക് ഒരാളെയും കൂടെ നിങ്ങൾ ചേർത്ത് വെച്ചോളൂ. ബ്രസീലിയൻ നാഷണൽ ടീമിന് വേണ്ടി വെറും 18 വയസ്സ് മാത്രമുള്ള ആ പയ്യൻ കളിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ മിന്നലാട്ടങ്ങൾ കണ്ടിട്ടും അവനെ അംഗീകരിക്കാതിരുന്ന വിമർശകരെ നിങ്ങളിത് കാണുന്നുണ്ടോ? ചെൽസി വേഴ്സസ് ബാർസലോണ ഇന്നലെ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസി ലമീൻ യമാൽ എന്ന സ്പെയിനിൻ്റെ വണ്ടർ കിഡും ബ്രസീൽ എന്ന രാജ്യം ലോക ഫുട്ബോളിന് സമ്മാനിച്ച മാണിക്യമായ എസ്റ്റവായോ വില്യനും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ പ്രതീക്ഷിച്ച ആരാധകരെയും താരങ്ങളെയും പരിശീലകരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അവൻ്റെ വൺമാൻ ഷോ. ഇന്നലെ അവൻ്റെ വൺമാൻ ഷോയുടെ രാത്രിയാണെന്ന് എസ്റ്റവായോ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബാർസലോണയ്ക്ക് അടിതെറ്റുന്ന കാഴ്ചയാണ്. ബാർസലോണയെ കെട്ടിച്ചു എന്ന് തന്നെ പറയാം. ഹാൻസി ഫ്ലിക്ക് എന്നവരുടെ പരിശീലകൻ പറയുന്നുണ്ട്, നമ്മൾ ബോൾസ് മിസ് ചെയ്തതാണ് നമ്മുടെ തോൽവിക്ക് കാരണമെന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണം ഈ പയ്യനും കൂടെയാണ്. അത് സമ്മതിച്ചേ പറ്റൂ. ഇന്നലെ കിടിലൻ ഗോളാണ് എസ്റ്റവായോ നേടിയത്, ഓർക്കണം. അത്തരത്തിൽ ഒരു സാക്ഷാൽ കാർലോ ആൻസലോട്ടി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ബ്രസീൽ പരിശീലകൻ അവൻ്റെ ഒരു ട്രെയിനിങ് സെക്ഷൻ കണ്ടതിന് ശേഷം അടുത്ത 10 വർഷം ലോകം അടക്കി ഭരിക്കാവുന്ന ഇതിഹാസമാണ് ഇവരെന്ന്. ലമീൻ യമാലിനൊപ്പം അവനുമുണ്ട്, ഞാനുമുണ്ട് ആ കോമ്പറ്റീഷൻ ലമീൻ യമാലിനോടൊപ്പം എന്ന് അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലമീൻ യമാൽ എന്ന 18 വയസ്സ് മാത്രമുള്ള സ്പെയിനിൻ്റെ വണ്ടർ കിഡ് വളർന്നു വന്ന അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ബാർസലോണ എന്ന ലാമാസിയിൽ നിന്നാണ് അവൻ വളർന്നു വരുന്നത്. ലാമാസി എന്നത് ബാർസലോണയുടെ അക്കാദമിയാണ്. ലോക ഫുട്ബോളിന് ഇതിഹാസങ്ങൾ ഏറെ സമ്മാനിച്ച അക്കാദമിയാണത്. അവിടെ നിന്നാണ് സ്പാനിഷ് ലാലിഗ എന്ന സ്പെയിനിലെ ടോപ്പ് ഡിവിഷൻ ലീഗിലൂടെയാണ് അവൻ വളർന്നു വന്നത്. എന്നാൽ ഇവിടെ എന്താണ് എസ്റ്റവായോ ബ്രസീലിലെ ആഭ്യന്തര ഫുട്ബോളിന് ബ്രസീൽ ഫുട്ബോൾ ടീമിന് വലിയ ശ്രദ്ധ ലഭിക്കുന്നുവെങ്കിലും ആഭ്യന്തര ഫുട്ബോളിന് വലിയ ശ്രദ്ധ ലഭിക്കാറില്ല. അതിലൂടെയാണ് വളർന്നു വന്നത്. ഒടുക്കം ഹാൻസി ഫ്ലിക്കിൻ്റെ അദ്ദേഹം 3-0 എന്ന സ്കോറിൽ തോൽവി പോലും അറിഞ്ഞിട്ടില്ല. ഇത്രയും 36 മത്സരങ്ങൾ ബയൺ മ്യൂണിക്കിനെയും ബാർസലോണയും പരിശീലിപ്പിച്ചതിൽ അദ്ദേഹത്തെ പോലും അടിതെറ്റിച്ചുവെങ്കിൽ അവൻ്റെ റേഞ്ച് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ വിമർശകരെ. ആലോചിക്കണം എസ്റ്റവായോയുടെ ആ ഒരു ബ്രില്യൻസ് എത്ര പുകഴ്ത്തിയിട്ട് മതിയാവുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒരു പക്ഷേ നാളെ ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും എന്ന 2 ഇതിഹാസങ്ങൾ വിടവാങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ലമീൻ യമാൽ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്കൊപ്പം ആ ഇതിഹാസ സിംഹാസനങ്ങളിൽ അവനുമുണ്ടാകും. അവരുടെ സിംഹാസനം ഒരു കാരണവശാലും ആര് വന്നാലും അത് ഫുൾഫിൽ ആകില്ല. എന്നാലും അവരുടെ കുറവ് അറിയിക്കാതെ ഫുട്ബോൾ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവനുമുണ്ടാകുമെന്ന് അവൻ ഇന്നലത്തെ രാത്രിയോടെ തന്നെ വിളിച്ചു പറയുകയാണ്. എത്രയോ കാലമായി വിളിച്ചു പറയുകയാണ്, പക്ഷേ പലരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞാനും ഉണ്ടാകും ഫുട്ബോൾ ലോകത്തിൻ്റെ രാജവീതിയിലേക്ക് നടന്നു കയറാനെന്ന്. ഇന്നലെ എൻസോ മഡസ്ക അദ്ദേഹം പറയുകയുണ്ടായി, 18 വയസ്സേ ഉള്ള അവന്, പക്ഷേ അവൻ പഴഞ്ചൻ മെൻറ്റാലിറ്റിയാണ്. സോഷ്യൽ മീഡിയ വലുതായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. കുടുംബത്തോടൊപ്പമാണ് എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഓൾഡസ്റ്റ് മെൻറ്റാലിറ്റി ആയിരിക്കണം ഒരുപക്ഷെ ബ്രസീൽ പോലെ ഒരു ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന്, ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നിന്ന്, യൂറോപ്പിൻ്റെ പ്രഷർഫുള്ളായ ഒരു കൾച്ചറിലേക്ക് വന്ന്, പ്രഷർ നൽകുന്ന ഒരു കൾച്ചറിലേക്ക് വന്ന് സർവൈവ് ചെയ്യാനും ഫുട്ബോൾ ലോകത്തിൻ്റെ രാജവീതിയിൽ ഞാനുമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും അദ്ദേഹത്തിന് കരുത്തേകിയത്. എന്താണ് ഗൈസ് പറയാനുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.